ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ആയിട്ടല്ല, ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാതെ ഇരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത് എന്നുള്ളത് കേട്ടോ. അപ്പം പനി ജലദോഷമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ ഒരു അസുഖം. പനി ജലദോഷം ചുമയൊക്കെ ആയിട്ട് പിന്നെ അത് മാറാൻ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. സാധാരണ പനി പോലെ പെട്ടെന്ന് മാറിപ്പോണില്ല കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഒക്കെ റാഹത്തായിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഈ ഒരു സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യണത്, ബോഡി വീക്കാണ്, അപ്പോൾ നമുക്ക് ജോലി ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ വീട്ടിലുള്ള സമയത്ത് എന്തായാലും കേക്കിന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേക്കേഴ്സിൻ്റെ അവസ്ഥയാണ്, നമ്മൾ എന്തായാലും വർക്ക് എടുക്കും, എത്ര വയ്യെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പറയുക, പനി പിടിച്ച സമയത്ത് എന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയാം, ഓരോ വർക്കൊക്കെ ആയിട്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഒന്നിച്ച് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വർക്ക് വയ്ക്കുന്ന സമയങ്ങളിൽ ചെയ്തു വെച്ചു, അത്ര അങ്ങനെ മാനേജ് ചെയ്തു കേട്ടോ. പിന്നെ എന്തായാലും ഇനിയും ഞാൻ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇതുപോലെ ഈ ഒരു രണ്ട് സാധനം മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ കേക്ക് ലൈഫിൽ 6 വർഷമായി. ഈ ഒരു 6 വർഷത്തിൽ ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുപോലെ പോയിട്ടില്ല കേട്ടോ. ഈ ഒരൊറ്റ പ്രാവശ്യം ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു ബാഗ്, ഈ ഒരു ബാഗിൽ ഒരു ദിവസം നിൽക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് അത്രയും കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കേക്കും ഉണ്ട് കേട്ടോ. ആ കേക്ക് ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഇപ്പോൾ ചോദിക്കുകയാണ് ഞാൻ എന്താണ് സാധനങ്ങളൊന്നും കൊണ്ടുവരാത്തത്, ഈ ഒരു കേക്ക് മാത്രം അല്ല എന്താ പറയുക ബാഗ് മാത്രം ഇട്ട് വന്നപ്പോഴേ ഓവണൊന്നും ഇല്ലാണ്ട് പോണത് കണ്ടിട്ട് ഉമ്മക്കൊരു അത്ഭുതം. കാരണം ഇത്രയായിട്ട് ഞാൻ എവിടെ പോവുകയാണെങ്കിലും, അതായത് ഒരു ദിവസത്തിനായാലും 2 ദിവസത്തിന്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒരു ദിവസത്തിന് പോവാറില്ല കേട്ടോ. അപ്പോൾ അഥവാ പോവേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ ഈ കേക്കിൻ്റെ ഐറ്റം സെറ്റാണ് പോവാറുള്ളത്. അപ്പോൾ ആ നൃത്തം ഒരു 2-3 ദിവസം അങ്ങനെ നിൽക്കും, അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം, ഞാൻ എങ്ങനെ ഇപ്പോൾ ഈ ഒരു എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ട് വന്നു. ഇത്രയും കാലമായിട്ട് ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ മക്കളെ കൊണ്ടുപോകണ പോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു കാര്യങ്ങളാണ് കേക്കിൻ്റെ ഐറ്റംസ് കേട്ടോ. എനിക്ക് അത്രയാണ് ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക ലൈഫിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം. ആ ഒരു രീതിയിലായിട്ടുണ്ട്. എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ ഈ കേക്കിൻ്റെ വർക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിന് എല്ലാം ഒഴിവാക്കിയിട്ട് ഞാനൊരു വരവ് വന്നതാണ് കേട്ടോ. എന്തായാലും നമ്മളെ ഹെൽത്ത് ഒക്കെ അതിൻ്റെ ശേഷം കേക്കിൻ്റെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ എനിക്കങ്ങനെ എപ്പോഴും ജലദോഷം ചുമയൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ വന്നപ്പോൾ നല്ല എന്താ പറയുക കുറച്ച് കൂടുതലായിട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വീക്കായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ അടുക്കളയിലായിട്ട് കുടംപുളി കണക്കാട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. കുടംപുളി ഇത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഈ ഒരു സമയത്ത് റീൽസ് എഡിറ്റിങ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാണ് കേട്ടോ. എന്നാലും നമ്മൾ ഒഴിഞ്ഞിരിക്കൊന്നുമില്ല, എന്തെങ്കിലും ഇതുപോലെ പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും. അത് നമുക്ക് അങ്ങനെ ആയിപ്പോയതാണ്, അതിൽ മാറ്റമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ, അപ്പം മക്കൾക്കൊക്കെ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീനട്ട് വെച്ചിട്ട് നമുക്കൊരു കുക്കീസ് ഉണ്ടാക്കണം. അപ്പം പീനട്ട് കുക്കീസ് എൻ്റെ വീട്ടിലുള്ളവർക്കും അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഫേവറേറ്റ് സാധനം കേട്ടോ പീനട്ട് കുക്കീസ്. പീനട്ട് ബട്ടർ വെച്ചിട്ടാണ് ഇത് കുക്കീസ് ഉണ്ടാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വ്ളോഗിൽ ഞാൻ ആ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പറയണ പോലെ ഇതങ്ങനെ തള്ളിക്കളയേണ്ട, എന്തായാലും വീഡിയോ ഇടും, അപ്ലോഡ് ചെയ്യും കേട്ടോ. പീനട്ട് കുക്കീസിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്, കുട്ടികൾക്കൊക്കെ സ്നാക്സിനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം എനിക്ക് സാധാരണ ചിക്കനേക്കാളും ഇഷ്ടം അതിൻ്റെ പാർട്സ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ്, അത് വെച്ചിട്ട് കറി ഉണ്ടാക്കണം എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് കറിയൊക്കെ ആക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉമ്മ നാത്തൂനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ദിവസങ്ങളിൽ പോകുമ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല, എൻജോയ് ചെയ്യണില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഓക്കെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നതുണ്ട്, ആ ഫുഡ് ഉണ്ടാക്കി കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കഴിക്കും. അതെന്താണെന്ന് പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല, ഈ തിരക്കാണല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരാളാണ്.
ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഒഴിഞ്ഞിങ്ങനെ ഇരിക്കണത് നേരം തീരെ പോകില്ല കേട്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എന്തോ ഒരു ഇതാണല്ലോ. അപ്പോൾ എനിക്കിതെല്ലാം എൻജോയ് ചെയ്യാൻ ആ ഒരു ദിവസങ്ങളിൽ പറ്റിയിട്ടാണ്. മറ്റേത് എന്തായാലും തിരക്കാവുമ്പം ആ ഒരു കേക്കിൻ്റെ വർക്ക് കേക്ക് എന്നുള്ള ആ ഒരു ചിന്തയെ നമുക്ക് ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും പറയും, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം സംസാരിക്കുന്ന സമയത്ത് വായിൽ നിന്ന് പോവുക കേക്കിൻ്റെ കാര്യമാവും. അമ്മ അറിയാം എനിക്കതേ ഉള്ളൂ. പിന്നെ അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും എനിക്ക് കേക്കിൻ്റെതെല്ലാം അറിയുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കേക്ക് കട്ട് ചെയ്തു. അത് കാരമൽ ഹണി കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഹണി ആൽമണ്ട് കേക്ക്, കാരമൽ ഹണി ആൽമണ്ട് കേക്ക്. അപ്പോൾ അത് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യാതെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, അപ്പോൾ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ചിട്ട് കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കണതിൻ്റെ മുന്നേ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ അത് ചിലവാകും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും കേക്കുമൊക്കെ ഒന്നും നോക്കൂല കേട്ടോ. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് പനിയൊക്കെ ആയിരുന്നു, ആങ്ങളുടെ കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അവരങ്ങനെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു പനി, ജലദോഷം ചുമയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആങ്ങളുടെ ചെറിയ മോളാണ്. അപ്പോൾ ഇപ്പം മഴ ഇങ്ങനെ പെയ്യണതുകൊണ്ട് നല്ല തണുപ്പാണ്. അതുപോലെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഈ തണുപ്പ് വേഗം തട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ അസുഖം വിട്ടുമാറാത്തത്. അപ്പോൾ നമ്മൾ കുറേ ഓർഡറൊക്കെ വരുന്ന സമയങ്ങളിൽ പിന്നെ ഇതുപോലെ ഒരു ഫ്രീ ആയിട്ടിരിക്കും, റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഓർഡറൊക്കെ എന്താ ചെയ്യാമെന്ന് വിചാരിക്കണുണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പനിയാണ്, വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ചില ആൾക്കാരോട് ചോദിക്കും വേറെ ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് തരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഓർഡർ തിരിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ 2 ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പം ഇത് ഉപ്പയാണ്. ഉപ്പ ഒന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ല അല്ലേ. ഉപ്പ കുട്ടീനായിട്ട് കളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പനിക്കണുണ്ട് മക്കൾക്ക്. ഞാനിങ്ങനെ ഒഴിഞ്ഞിരിക്കണതൊന്നും ഉപ്പ കാണാറില്ല. ഫ്രീ ആവണ സമയത്ത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ വീട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ മക്കളെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് എൻ്റെ കേക്കിൻ്റെ ഐറ്റംസും കൊണ്ടുവരാറുള്ളത് വീട്ടിലേക്ക് കേട്ടോ. മക്കളെ എങ്ങനെ വീട്ടിൽ കൊണ്ടുവരാതിരിക്കുക, അതേപോലത്തെ ഒരു മിസ്സിങ് ആയിരുന്നു എനിക്ക് എൻ്റെ കേക്കിൻ്റെ ഐറ്റംസ് കൊണ്ടുപോകാത്ത ആ ഒരു ദിവസങ്ങൾ കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഉമ്മാനോട് ഇങ്ങനെ പറയും എന്തോ പോലെ ഇവിടെ വീട് കിച്ചണൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. കാരണം ഞാനുണ്ടാകുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ കാണാറില്ല ഞാൻ. അവിടെ കേക്കിൻ്റെ സാധനങ്ങളായിരിക്കും നിറയെ കിച്ചണിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കേക്കിൻ്റെ ഐറ്റംസിനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിലും എന്നെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, എവിടെ പോകുമ്പോഴും കേക്കിൻ്റെ ഐറ്റംസ് ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ഡെക്കറേഷൻസും ടിപ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്